ഗബ്രി പുറത്തായതോടെ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ജാസ്മിൻ ജാഫർ. തുടക്കത്തിൽ ഗബ്രി തിരികെ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജാസ്മിൻ. ഗബ്രി എവിക്റ്റായി പോയിട്ടില്ലെന്നും സീക്രട്ട് റൂമിലാണെന്നും ജാസ്മിൻ കരുതിയത്. എന്നാൽ ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഇനി ഗബ്രി തിരികെ വരില്ലെന്ന് ജാസ്മിൻ മനസ്സിലായി. ഗബ്രി ഹൗസിലുണ്ടായിരുന്നപ്പോൾ ജാസ്മിൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നതും ഒപ്പം ചേർത്ത് പിടിച്ചിരുന്നത് ഗബ്രിയെയായിരുന്നു. അതുകൊണ്ട് തന്നെ ജാസ്മിനും ഗബ്രിയും തങ്ങളോട് ആരോടും സംസാരിക്കാൻ ശ്രമിക്കാറില്ലെന്ന് മറ്റ് മത്സരാർത്ഥികളും പരാതിപ്പെട്ടിരുന്നു. ഇരുവരും പ്രണയത്തിലായ രണ്ടുപേരെ പോലെയാണ് പെരുമാറിയിരുന്നതെങ്കിലും സഹമത്സരാർത്ഥികൾ ചോദിക്കുമ്പോൾ തങ്ങൾ വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഒരിക്കൽ തനിക്ക് ഗബ്രിയോടുള്ള പ്രണയം ജാസ്മിൻ ഗബ്രിയോട് തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ പ്രണയം സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു ഗബ്രിയുടെ മറുപടി. ഗബ്രിയുമായിട്ടുള്ള ജാസ്മിന്റെ സൗഹൃദം പ്രേക്ഷകർക്കെന്ന പോലെ തന്നെ ജാസ്മിന്റെ മാതാപിതാക്കൾക്കും താല്പര്യമുണ്ടായിരുന്നില്ല. ഫാമിലി വീക്കെൻഡിന്റെ ഭാഗമായി ഹൗസിൽ മകളെ കാണാൻ വന്നപ്പോൾ ഇരുവരും അത് പറയാതെ പറയുകയും ചെയ്തിരുന്നു. ഗബ്രിയുടെ ഓർമ്മക്കായി ജാസ്മിൻ സൂക്ഷിച്ചിരുന്ന മാലയും ഫോട്ടോയും അടക്കം എല്ലാം ജാസ്മിന്റെ പിതാവ് എടുത്തുമാറ്റി സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു. പ്രശ്നങ്ങളും വിമർശനങ്ങളും വരുമ്പോൾ തങ്ങളുടെ മുഖം ഓർത്താൽ മതിയെന്നും ഫാമിലി ഫോട്ടോയിൽ നോക്കിയാൽ മതിയെന്നുമാണ് മാതാപിതാക്കൾ പറഞ്ഞത്. മാതാപിതാക്കൾ വന്നുപോയ ശേഷം വളരെ വിളരമായി മാത്രമേ ഗബ്രിയുടെ പേര് ജാസ്മിൻ ഹൗസിൽ ഉച്ചരിച്ചിട്ടുള്ളൂ. എവിക്റ്റായി പുറത്തു വന്ന ശേഷം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് ഗബ്രി. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ലൈവിൽ സംസാരിക്കവേ ജാസ്മിന്റെ കുടുംബത്തെ കുറിച്ച് ഗബ്രി സംസാരിച്ചു. ജാസ്മിന്റെ പിതാവ് മാല അടക്കം എടുത്തുമാറ്റിയ സംഭവത്തിൽ എന്താണ് പറയാനുള്ളതെന്നാണ് ആരാധകരിൽ ഒരാൾ ചോദിച്ചത്. ചെയിൻ മാറ്റുന്നത് കണ്ടപ്പോൾ ഫീൽ ആയില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ, അവർക്ക് അതൊക്കെ ഗെയിമിന്റെ ഭാഗമല്ലേ. എല്ലാ പാരന്റ്സും അവരുടെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അതിൽ എനിക്ക് കുഴപ്പമില്ല, അതിൽ ഒരു തെറ്റുമില്ല. അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്തു, എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. ജാസ്മിൻ എപ്പോഴും എന്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളായിരിക്കുമെന്നാണ് ഗബ്രി പറഞ്ഞത്. എവിക്റ്റായി പുറത്തു വന്ന ശേഷം ഗബ്രി ഏറ്റവും കൂടുതൽ നേരിട്ട ചോദ്യം സുഹൃത്തായ പെൺകുട്ടിയെ എന്തിന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്തു എന്നാണ്. തന്റെ സുഹൃത്തുക്കളോടെല്ലാം താൻ അത്തരത്തിലാണ് പെരുമാറാറുള്ളതെന്ന് അതിൽ മറ്റൊരു ഉദ്ദേശവുമില്ലെന്നും ഹൗസിന് പുറത്തു വന്ന ശേഷം ജാസ്മിനുമായി സൗഹൃദം പുറത്തുമെന്നും ആര് നിന്നില്ലെങ്കിലും ജാസ്മിനൊപ്പം ഞാൻ നിൽക്കുമെന്നുമാണ് ഗബ്രി പറഞ്ഞത്. അതേസമയം എവിക്റ്റായി പുറത്തു വന്ന ശേഷം എല്ലാ അഭിമുഖങ്ങളിലും ജാസ്മിനെ കുറിച്ച് ഗബ്രി സംസാരിക്കാൻ തുടങ്ങിയതോടെ ജാസ്മിന്റെ മാതാപിതാക്കൾ ഗബ്രിയെ വിളിച്ച് താക്കീത് നൽകിയതായി കഴിഞ്ഞ ദിവസം സിബിൻ ലൈവിൽ പറഞ്ഞിരുന്നു. അതേസമയം ഗബ്രിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സൽ എന്ന യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറി. 9 വയസ്സ് വരെ ജാസ്മിൻ ഒറ്റക്കായിരുന്നു. പിന്നീടാണ് അനുജൻ വളരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കൊഞ്ചിച്ചാണ് അവളെ വളർത്തിയിരുന്നത്. ഭയങ്കര കുസൃതിയായിരുന്നു. ആരെങ്കിലും എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയുന്ന സ്വഭാവമായിരുന്നു. കുരുത്തക്കേടാണ്, എന്ത് പറഞ്ഞാലും കേൾക്കാത്ത സ്വഭാവം. സ്കൂളിൽ എന്നും പോകും, പഠിക്കുകയും ചെയ്യും. പക്ഷെ നല്ല ചട്ടമ്പിയായിരുന്നു എന്നാണ് ജാസ്മിനെ കുറിച്ച് സംസാരിക്കുന്നത്.